सहस्रशिरसंश्रेदं प्रणमामि पतञ्जलिम्. A very good practice for making your body and mind together, is it? So daily practicing yoga improve your concentration. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഭയങ്കര ഇതായിട്ട് യോഗയെ വളർത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഇപ്പം കുറച്ച് വർഷമായി. അതുപോലെ എല്ലാ സ്കൂളുകളിലും കുട്ടികളെ യോഗ പഠിപ്പിക്കാനും യോഗ അറിയിക്കാനുമായിട്ടുള്ള സർക്കുലറുകളെല്ലാം CBSE വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നല്ല ബിഹേവിയറാണ്, എല്ലാവരും നല്ല അച്ചടക്കമാണ്, കുട്ടികളെല്ലാം രക്ഷിതാക്കളെ സ്നേഹിക്കുന്നവരാണ്, അധ്യാപകരെ ബഹുമാനിക്കുന്നവരാണ്. എല്ലാം കൊണ്ടും വളരെ നല്ല ഉചിതമായ രീതിയിൽ ഈ സ്ഥാപനം, ഇവിടുത്തെ അധ്യാപകരും ഇവിടുത്തെ മേലധികാരികളും എല്ലാം ചേർന്ന് ഒരു സ്ഥാപനമാണ്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? അന്താരാഷ്ട്ര യോഗ ദിനം. യുണൈറ്റഡ് നേഷൻസ് അധിഷ്ഠിതമായ 149 രാജ്യങ്ങൾ ചേർന്ന് ഒരു സമ്മേളനം നടത്തിയതിൽ എടുത്ത തീരുമാനമാണ് ഈ ഒരു ദിവസം ലോകം മുഴുവൻ ആരോഗ്യ ദിനം, അതായത് യോഗ ദിനമായിട്ട് ആചരിക്കണമെന്ന്. അല്ലേ? നിങ്ങളുടെയൊക്കെ കാലത്താണ് ഈ യോഗ വന്നത്. ഞങ്ങളുടെയൊക്കെ കാലത്ത് യോഗയില്ല, എക്സസൈസ് ഇല്ല, ഒന്നുമില്ല. എന്തുകൊണ്ടാണ്? ജീവിതത്തിന് അന്ന് ഒരു ചിട്ട ഉണ്ടായിരുന്നു. രാവിലെ എഴുന്നേൽക്കണം, കുളിക്കണം, വീട്ടിലെ ജോലികൾ ചെയ്യണം, പശുവിനെ നോക്കണം, പാല് കറക്കണം, ഇത് കാച്ചി കുടിക്കണം. അല്ലേ? നേരം സംസാരം കേട്ട് ഓരോരുത്തരും ഇങ്ങനെ ഇരുന്നു. ഇനി നമ്മൾക്ക് പ്രവൃത്തിയാണ് വേണ്ടത്. പ്രവൃത്തിക്ക് എന്താണ് വേണ്ടത്? ശ്രദ്ധ. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ വളരെ പൂർണ്ണമായ ശ്രദ്ധയാണ് വേണ്ടത്.
and the policy approaching health and well-being. ഓരോ ഭാരതീയനെയും ലോകത്തിന്റെ മുന്നിൽ മറ്റൊരുള്ളവരാക്കി മാറ്റിയ മഹാജ്ഞാനം കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ പലവിധ സമ്മർദ്ദത്താൽ തിരക്കുകയിൽ പെട്ടുപോവുകയാണ്. എന്റെ സമൂഹത്തിൽപ്പെട്ട എല്ലാ ജനങ്ങൾക്കും ലോക നന്മയ്ക്കും ശാന്തിക്കുമായി ഉപയോഗപ്പെടുത്തി.